നമസ്കാരം. മാനേജ്മെൻറ്റ് വിദ്യാഭ്യാസവും അതിൻ്റെ സാധ്യതകളും. ഇന്ന് നമ്മൾ ഇന്ത്യ മഹാരാജ്യത്ത് നോക്കുകയാണെങ്കിൽ ഇന്ത്യ മഹാരാജ്യം എന്ന് പറയുന്നത് ഒരു ചെറിയൊരു ഫാക്ടറായിട്ട് മാത്രം മാറും. ലോകമെമ്പാടും നോക്കുകയാണെങ്കിൽ യുവാക്കളിൽ ഏറ്റവും കൂടുതൽ ഹരം കൊള്ളിക്കുന്ന ഒരു കോഴ്സാണ് MBA അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ വരുന്നൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാനേജ്മെൻറ്റ് വിദ്യാഭ്യാസത്തിൻ്റെ യഥാർത്ഥ അർത്ഥത്തിലൂടെയാണോ അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഇൻ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന യഥാർത്ഥ ആ ഒരു മാസ്റ്റേഴ്സിൻ്റെ ഇമ്പോർട്ടൻസ് നൽകിക്കൊണ്ടാണോ നമ്മുടെ യുവാക്കൾ മാനേജ്മെൻറ്റ് കോഴ്സിലേക്ക് പോകുന്നത് എന്ന് നമ്മൾ വളരെയധികം നോക്കേണ്ടതായിട്ടിരിക്കുന്നു. മാനേജ്മെൻറ്റ് വിദ്യാഭ്യാസത്തിന് ധാരാളമായി സാധ്യതകളുള്ള ഒരു മേഖലയാണ് അല്ലെങ്കിൽ ഒരു എക്കണോമിയാണ് ഇന്ത്യൻ എക്കണോമി എന്ന് പറയുന്നത്. ഇന്ത്യൻ പെർസ്പെക്റ്റീവിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ മാനേജ്മെൻറ്റ് വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് അല്ലെങ്കിൽ യുവാക്കൾ മാത്രമല്ല, പ്രായമായവരും ഇപ്പോൾ മാനേജ്മെൻറ്റ് വിദ്യാഭ്യാസത്തിലേക്ക് പോകുന്നുണ്ട്. പ്രായമായവരും അതിൻ്റെ കോഴ്സുകൾ തപ്പി ഓരോ യൂണിവേഴ്സിറ്റീസിലും എൻറോൾ ചെയ്ത് മാനേജ്മെൻറ്റ് വിദ്യാഭ്യാസം പൂർത്തിയാക്കുന്നവരുണ്ട്. എന്നാലും കൂടുതൽ MBA എന്ന് പറയുന്ന ഈ ഒരു മേഖലയിലേക്ക് പോകുന്ന യുവാക്കൾ തന്നെയാണ്. ഇതിന് ധാരാളമായിട്ടുള്ള കാരണങ്ങളുണ്ട്. ഒന്ന്, ഇന്ത്യൻ ഇക്കണോമി എന്ന് പറയുന്നത് യുവാക്കൾ ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഉള്ള ഒരു എക്കണോമിയാണ് ഇന്ത്യൻ എക്കണോമി. അതുപോലെ തന്നെ ഇന്ത്യൻ എക്കണോമിയിലെ സാധ്യതകൾ എന്ന് പറയുന്നത് വളരെയധികം വലുതാണ്. നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ മാനുഫാക്ചറിങ് സെക്ടർ, ടെക്സ്റ്റൈൽ സെക്ടർ, അഗ്രികൾച്ചറൽ സെക്ടർ, ഇ-കൊമേഴ്സ് സെക്ടർ, അതേപോലെ തന്നെ എയർലൈൻ ഇൻഡസ്ട്രി, ഹോട്ടൽ ഇൻഡസ്ട്രി, ഏതൊരു മേഖലകൾ നോക്കുകയാണെങ്കിലും ഈ മാനേജ്മെൻറ്റ് വിദ്യാഭ്യാസം അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ് എല്ലായിടത്തും വരുന്നത് ഒരേപോലെയാണ്. അതിൻ്റെ തിയറികളും അതിൻ്റെ പ്രാക്ടിക്കൽസും എല്ലായിടത്തും ഏകദേശം ഒരേപോലെയാണ് വരിക. പക്ഷേ എന്നിരുന്നാൽ തന്നെയും മാനേജ്മെൻറ്റ് വിദ്യാഭ്യാസത്തിൻ്റെ ആ ഒരു കോമൺ സെൻസ് യൂസ് ചെയ്ത് ഓരോ ഇൻഡസ്ട്രിയിലും ഓരോ മേഖലകളിലും നമ്മൾ ഈ മാനേജ്മെൻറ്റ് വിദ്യാഭ്യാസം അല്ലെങ്കിൽ ഈ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഈ ഒരു കൺസെപ്റ്റ് ഉൾക്കൊള്ളിക്കേണ്ടത് വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണ്. അത് ഒരാളുടെ കോമൺ സെൻസും കൊണ്ട് മാത്രം വരുന്നതാണ്. ഏതൊരു MBA കോളേജ് ഇന്ത്യയിൽ എടുത്താലും അല്ലെങ്കിൽ ഏത് മാനേജ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യയിൽ എടുത്താലും പഠിപ്പിക്കുന്ന തിയറി കാര്യങ്ങളെല്ലാം ബേസിക് കാര്യങ്ങളായിരിക്കും. പക്ഷേ എങ്ങനെ നമ്മളത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു, ഓരോ ഇൻഡസ്ട്രിയിലും നമ്മളത് എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു, ഏതൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുന്നു, എന്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം, ഈ കാര്യങ്ങളൊക്കെ ഒരാളുടെ കോമൺ സെൻസിൽ വരുന്ന കാര്യങ്ങളാണ്. മാനേജ്മെൻറ്റ് വിദ്യാഭ്യാസവും അതിൻ്റെ സാധ്യതകളെക്കുറിച്ച് പറയുമ്പോൾ ഈ ഒരു ഇൻട്രൊഡക്ഷറി പാർട്ടിൽ നിന്ന് നമുക്ക് നേരെ പോകാവുന്നത് ഈ മാനേജ്മെൻറ്റ് എടുക്കാൻ യോഗ്യതയുള്ളവർ ആരൊക്കെയാണ് അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് വിദ്യാഭ്യാസത്തിന് യോഗ്യതയുള്ളവർ ആരൊക്കെയാണ്. എല്ലാ ആൾക്കാരും മാനേജ്മെൻറ്റ് വിദ്യാഭ്യാസത്തിന് യോഗ്യതയുള്ളവരാണ്. നമ്മളിപ്പോൾ പറയുന്ന പോലെ സയൻസ് എടുത്തവർക്ക് എഞ്ചിനീയറിംഗ് പഠിക്കാൻ പറ്റൂ, അല്ലെങ്കിൽ ബയോമാക്സ് എടുത്തവർക്ക് എന്തിനു പോകാൻ പറ്റൂ, നമ്മുടെ ഡോക്ടർ MBBSന് പോകാൻ പറ്റൂ എന്ന് നമ്മൾ കർശനമായിട്ട് അവിടെ പറയുന്ന പോലെ അല്ല മാനേജ്മെൻറ്റ് വിദ്യാഭ്യാസം. ആർക്ക് വേണമെങ്കിലും MBA എടുക്കാം. സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ആൾക്കാർക്ക്, കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ആൾക്കാർക്ക്, ഹ്യൂമാനിറ്റീസിൽ നിന്ന് വരുന്ന ആൾക്കാർക്ക്, പൊളിറ്റിക്കൽ സയൻസിൽ നിന്ന് വരുന്ന ആൾക്കാർക്ക്, ഏതൊരു മേഖലയിലും 11th 12th അല്ലെങ്കിൽ നമ്മുടെ പ്രീ യൂണിവേഴ്സിറ്റിയിൽ വരുന്ന ഏതൊരു കാറ്റഗറിയിൽ പഠിച്ച ആൾക്കും മാനേജ്മെൻറ്റ് വിദ്യാഭ്യാസത്തിന് യോഗ്യതയുള്ളവരാണ്. അതിന് ചെയ്യേണ്ടത് ഒന്ന് മാത്രമേ ഉള്ളൂ. ഫസ്റ്റ് നമ്മൾ ഏതെങ്കിലും ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തിരിക്കണം. അത് BSc ആവാം, BA ആവാം, BCom ആവാം, BBA ആവാം, BBM ആവാം, BTech ആവാം, MBBS ആവാം. ഏത് ഡിഗ്രി ആണെങ്കിലും അത് കംപ്ലീറ്റ് ചെയ്തിരിക്കേണ്ടത് ഒരു റിക്വയർമെൻറ്റാണ്. അതുപോലെ തന്നെ ഈ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ നേരെ എൻട്രൻസ് എക്സാമിലേക്ക് നമ്മൾ പോകുന്നു. അതിനിപ്പോൾ കേരളത്തിൽ വെക്കുകയാണെങ്കിൽ കേരള മാറ്റ് എൻട്രൻസ് എക്സാമിനേഷൻ ഉണ്ട്. കർണാടകയിലും KMAT ആണ്. KMAT എന്ന് തന്നെ കർണാടക മാറ്റ് എന്നാണ് അതിനെ പറയുന്നത്. ഓൾ ഓവർ ഇന്ത്യ നമ്മൾ നോക്കുകയാണെങ്കിൽ CAT എൻട്രൻസ് എക്സാമിനേഷൻ. ഈ ഒരു എൻട്രൻസ് എക്സാമിനേഷൻസ് അല്ലെങ്കിൽ ഈ പറഞ്ഞ ഈ എൻട്രൻസ് എക്സാമിനേഷൻസ് ഒക്കെ നമ്മൾ പാസ്സാവുകയാണെങ്കിൽ അത് പാസ്സാകാൻ വലിയ പ്രയാസമൊന്നുമില്ല. പക്ഷേ അത് പാസ്സാവുന്നതിൻ്റെ യോഗ്യതകളുണ്ട്. അതിലൊരു 90% എബവ് അല്ലെങ്കിൽ ഒരു 95% എബവ് ഇവിടെ ആ ഒരു കാറ്റഗറിയിൽ വരുന്ന ആൾക്കാർക്ക് ഇന്ത്യയിൽ തന്നെ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ പഠിക്കാനായിട്ട് പറ്റും. IIM പോലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്സ്, IIT പോലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്സ് അല്ലെങ്കിൽ ഇങ്ങനത്തെ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ ഇവർക്ക് പഠിക്കാനായിട്ട് പറ്റും. ഇനിയും മാർക്ക് കുറവുള്ള ആൾക്കാർക്കും മാനേജ്മെൻറ്റ് വിദ്യാഭ്യാസം കിട്ടത്തില്ല എന്നല്ല. നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ ഈ മാനേജ്മെൻറ്റ് മേഖലകളിൽ അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് വിദ്യാഭ്യാസം നൽകുന്ന വിദ്യാഭ്യാസ മേഖലകളിൽ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് കോളേജസിൽ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റീസിനൊക്കെ തന്നെ നമുക്ക് ഓരോ ടയറായിട്ട് തിരിക്കാം. Tier 1 യൂണിവേഴ്സിറ്റീസ് ഉണ്ട്, Tier 2 യൂണിവേഴ്സിറ്റീസ് ഉണ്ട്, Tier 3 യൂണിവേഴ്സിറ്റീസ് ഉണ്ട്, Tier 4 കോളേജസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ടയറായിട്ട് തിരിക്കുമ്പോൾ അതിൽ ഏറ്റവും മേളിൽ നിൽക്കുന്ന ടയർ എപ്പോഴും വരിക IIM, IIT ഇങ്ങനെയൊക്കെയുള്ള, അതായത് IIM ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, ഇങ്ങനെ വരുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട്സിനായിരിക്കും
ഏറ്റവും ടയർ 1 അവിടെയാണ് ജോലി സാധ്യതകൾ കൂടുതൽ കിട്ടും. പക്ഷേ അവിടെ ആ ഒരു പടി കയറി പോകാനായിട്ട് വളരെയധികം നമ്മൾ പ്രയാസപ്പെടേണ്ടതുണ്ട്. കാരണം CAT എൻട്രൻസ് എക്സാമിന് നല്ല രീതിയിലുള്ള മാർക്ക് 90-95% എബവ് മാർക്ക് കിട്ടിയെങ്കിൽ മാത്രമേ നമുക്ക് IIM പ്രവേശനം അനുവദിക്കുകയുള്ളൂ. IIM വിദ്യാഭ്യാസ രീതികളും അവിടുത്തെ സിലബസും പോലെയല്ല ബാക്കി ടയറിൽ വരുന്ന വിദ്യാഭ്യാസവും അവിടുത്തെ രീതികളും. അവിടെ എൻറ്റയർലി ഒരു പ്രാക്ടിക്കൽ ഓറിയൻറ്റേഷൻ അപ്രോച്ചിലേക്ക് പോകുമ്പോൾ ബാക്കിയുള്ള കോളേജുകളിൽ അവരവരുടെ യൂണിവേഴ്സിറ്റി പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന ആ ഒരു സിലബസിലേക്കാണ് പോകുന്നത്. മാനേജ്മെൻറ്റ് വിദ്യാഭ്യാസം ഞാൻ പറഞ്ഞു ആർക്ക് വേണമെങ്കിലും എടുക്കാമെന്ന് പറഞ്ഞു. പക്ഷേ ഇവർ ഏത് ചോയ്സ് അല്ലെങ്കിൽ ഏത് കാറ്റഗറിയിലേക്ക് പോകണം, അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് മാനേജ്മെൻറ്റ് വിദ്യാഭ്യാസം അല്ലെങ്കിൽ MBA മാത്രമല്ല, അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, MBA മാത്രമല്ല മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. MBA ഈസ് ജസ്റ്റ് എ മാസ്റ്റർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ. അതല്ലാണ്ട് അതിനപ്പുറമുള്ള കോഴ്സസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ PGDM, പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ മാനേജ്മെൻറ്റ്, അതും ഒരു മാനേജ്മെൻറ്റ് കോഴ്സാണ്. അതൊരു അപ്ഗ്രേഡഡ് വേർഷനാണ്. അതാണ് ഈ വലിയ വലിയ പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഒക്കെ ഓഫർ ആക്ച്വലി അതാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ MBA എന്ന് പറയുമ്പോൾ മാസ്റ്റേഴ്സ് ഇൻ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ, അത് കോമൺ ആയിട്ട് എല്ലാ യൂണിവേഴ്സിറ്റീസിലും എല്ലാ കോളേജിലും ഡിസ്റ്റൻ്റ് ആയിട്ട് പോലും നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് MBA എന്ന് പറയുന്നത്. മാനേജ്മെൻറ്റ് സബ്ജക്ട്സിൻ്റെ കരിക്കുലം എന്ന് പറയുന്നത്, ആ ഒരു എൻറ്റയർ സിലബസ് എന്ന് പറയുന്നത് ടഫൊന്നുമല്ല. ഒരാൾ അത്യാവശ്യം നല്ലതായിട്ട് പഠിക്കുന്ന ഒരാളാണെങ്കിൽ, അത്യാവശ്യം നല്ലതായിട്ട് വായിക്കുന്ന ഒരാളാണെങ്കിൽ എക്സാം പാസ്സാവാനായിട്ട് ഈസിയാണ്. മാനേജ്മെൻറ്റ് നമ്മുടെ പേരിൻ്റെ കൂടെ MBA എന്ന് പറയുന്ന ഈ ഒരു 3 അക്ഷരം ചേർക്കാൻ നമ്മൾ എക്സാം പാസ്സായാൽ മതി. പക്ഷേ എക്സാം പാസ്സായാൽ മാത്രം പോരാ. ഒരു MBA കോഴ്സിന് ചേരുന്ന അല്ലെങ്കിൽ PGDM കോഴ്സിന് ചേരുന്ന ഒരാളുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് ആൾക്ക് ജോലി ഉറപ്പിക്കാമോ ഇല്ലയോ എന്ന് കരുതുന്നതാണ്. ജോലി കിട്ടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം ചിലവർ MBAക്ക് ചേരുന്നവരുണ്ട്. ജോലി കിട്ടാൻ വേണ്ടി ചിലവർ MBAക്ക് ചേരുന്നവരുണ്ട്. ചിലവർ ചുമ്മാതെ MBAക്ക് ചേരുന്നവരുണ്ട്. ചിലവർ ജസ്റ്റ് ഒരു PGയും കൂടി ഇരിക്കട്ടെ എന്ന് വെച്ച് MBAക്ക് ചേരുന്നവരുണ്ട്. പക്ഷേ അതാണ് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചത്, മാസ്റ്റേഴ്സ് ഇൻ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ ആ മാസ്റ്റേഴ്സിൻ്റെ ഒരു പ്രത്യേകത അല്ലെങ്കിൽ ആ മാസ്റ്റേഴ്സ് നമ്മൾ ഏതിലൊക്കെ ആയിരിക്കണം എന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. MBA അല്ലെങ്കിൽ നമ്മൾ സ്പെഷ്യലൈസേഷനിലേക്ക് പോകുമ്പോൾ ഈ മാനേജ്മെൻറ്റ് വിദ്യാഭ്യാസത്തിനകത്ത് തന്നെ ഫിനാൻസ് ഉണ്ട്, HR ഉണ്ട്, മാർക്കറ്റിംഗ് ഉണ്ട്, സിസ്റ്റംസ് ഉണ്ട്, ഓപ്പറേഷൻസ് ഉണ്ട്. ഇതൊക്കെയാണ് ബേസിക് സ്പെഷ്യലൈസേഷൻ. എല്ലാ യൂണിവേഴ്സിറ്റീസും പ്രൊവൈഡ് ചെയ്യുന്ന സ്പെഷ്യലൈസേഷനാണ് ഫിനാൻസ്, HR, മാർക്കറ്റിംഗ്, ഓപ്പറേഷൻസ്, സിസ്റ്റംസ്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മിക്കവാറും എല്ലാ യൂണിവേഴ്സിറ്റീസിലും ഈ സ്പെഷ്യലൈസേഷനൊക്കെ ഉണ്ട്. ഈ സ്പെഷ്യലൈസേഷൻ എടുക്കുന്നത് അത് ഓരോ ആൾക്കാരുടെ ഇഷ്ടമാണ് ഏത് സ്പെഷ്യലൈസേഷൻ ചൂസ് ചെയ്യണമെന്നാണ്. ഫോർ എക്സാമ്പിൾ BCom അല്ലെങ്കിൽ BCom കഴിഞ്ഞു അല്ലെങ്കിൽ BBA കഴിഞ്ഞു ഒരാൾ വരിക, ഫിനാൻസിൽ ഇൻട്രസ്റ്റ് ഉള്ള ആളാണെങ്കിൽ MBA വിത്ത് ഫിനാൻസ് എടുക്കാം. അല്ലെങ്കിൽ MBA ഫിനാൻസും എപ്പോഴും മേജറും വരും മൈനറും വരും. MBA വിത്ത് ഫിനാൻസ് അല്ലെങ്കിൽ HR അല്ലെങ്കിൽ ഫിനാൻസ് അല്ലെങ്കിൽ മാർക്കറ്റിംഗ്, അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അത് BCom BBA വരുന്ന ആൾക്കാരൊക്കെ മിക്കവാറും ചൂസ് ചെയ്യുന്ന മാർക്കറ്റിംഗ്, ഫിനാൻസ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കും. അതേപോലെ തന്നെ BTech കഴിഞ്ഞിട്ട് വരുന്നവർക്ക് ഏത് ചൂസ് ചെയ്യാൻ പറ്റും, ഏത് MBA കാറ്റഗറി ചൂസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഏത് സ്പെഷ്യലൈസേഷൻ ചൂസ് ചെയ്യാൻ പറ്റും. ഓപ്പറേഷൻസ് എന്ന് പറയുന്ന ഒരു വിങ് അവിടെയുണ്ട്. അല്ലെങ്കിൽ അവർക്ക് ഓപ്പറേഷൻസ്, മാർക്കറ്റിംഗ് ഈ ഒരു വിങ്സിൽ അല്ലെങ്കിൽ ഈ ഒരു സ്പെഷ്യലൈസേഷനിലേക്ക് BTech കഴിയുന്നവർക്ക് പോകാം. അതേപോലെ തന്നെ MBBS കഴിയുന്നവർക്ക് MBA എടുക്കാം. MBBS കഴിഞ്ഞവർക്ക് MBA എടുക്കാവുന്ന കോളേജുകളുണ്ട്. MBA ഇൻ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്കൊരു വലിയ ഹോസ്പിറ്റലൊക്കെ കെട്ടി പടുത്തുയർത്തണമെങ്കിൽ MBA ഇൻ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന കോഴ്സസ് ഓഫർ ചെയ്യുന്ന ധാരാളം ഇൻസ്റ്റിറ്റ്യൂട്ട്സ് കേരളത്തിൽ കുറവാണെങ്കിലും കേരളത്തിന് പുറത്തും അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തും ധാരാളമായിട്ട് ഇങ്ങനത്തെ കോഴ്സസ് അവൈലബിൾ ആണ്. ഇപ്പോഴത്തെ ഒരു മാർക്കറ്റ് സിറ്റുവേഷൻ വെച്ചിട്ട് ഏതൊരു ജോലി സാധ്യത എന്ന് പറയുന്നത് വരുന്ന ഫീൽഡ്സ്, ബിസിനസ് അനലറ്റിക്സ് എന്ന് പറയുന്ന ഫീൽഡുണ്ട്, ഡാറ്റാ സയൻസ് എന്ന് പറയുന്ന ഫീൽഡുണ്ട്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന ഫീൽഡുണ്ട്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഫീൽഡുണ്ട്. ഈ ഓരോ കാറ്റഗറിയിൽ വരുന്നത് ജോലി സാധ്യതകൾ കൂടുതൽ തരുന്ന ഫീൽഡ്സാണ്. അതായത് ഈ സ്പെഷ്യലൈസേഷനൊക്കെ കേരളത്തിൽ എത്രമാത്രം കോളേജുകളിൽ പ്രൊവൈഡ് ചെയ്യുന്നു, വളരെ ചുരുക്കം, വിരലിൽ എണ്ണാവുന്ന കോളേജുകളിൽ മാത്രമേ ഈ സ്പെഷ്യലൈസേഷനൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. കേരളത്തിന് പുറത്ത് പക്ഷേ വരുന്നുണ്ട്. കേരളത്തിലും മിക്കവാറും കോളേജസ് എല്ലാം ഈ ഒരു സ്പെഷ്യലൈസേഷനിലേക്ക് വരുന്നുണ്ട്. കാരണം ഇനിയുള്ള കാലഘട്ടത്തിൽ ഡാറ്റാ സയൻസിൻ്റെയും ബിസിനസ് അനലിറ്റിക്സിൻ്റെയും ഒരു ഇമ്പോർട്ടൻസ് കാരണം ഡാറ്റാ സയൻസ്, ബിസിനസ് അനലിറ്റിക്സ് എന്നൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രെഡിക്ഷനാണ്. ഇപ്പം എക്സാമ്പിൾ ഇപ്പോൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ കൊറോണ വൈറസ് ഇപ്പോൾ 2 വർഷമായിട്ട് അല്ലെങ്കിൽ 1.5 വർഷമായിട്ട് കൊറോണ വൈറസ് ഇപ്പോൾ നമ്മുടെ കൂടെ തന്നെയുണ്ട്. പക്ഷേ ഈ കൊറോണ വൈറസ് ഇതിൻ്റെ ഒരു പ്രെഡിക്ഷൻ, അതായത് അടുത്ത വർഷം എന്തായിരിക്കും അല്ലെങ്കിൽ അടുത്ത മാസം എന്തായിരിക്കും, എങ്ങനെയായിരിക്കും എൻ്റയർ ബിസിനസ് സെക്ടർ പോവുക
ഇതിൻ്റെയൊക്കെ ഒരു പ്രഡിക്ഷനൊക്കെ നമുക്ക് അനാലിറ്റിക്സ് അല്ലെങ്കിൽ ഡേറ്റ സയൻസ്, ഇതൊക്കെ ഡേറ്റ എന്ന് പറയുന്നത് ഒരു ഓയിൽ പോലെയാണ്. ഡേറ്റ ഇല്ലാണ്ട് ഒരു മേഖലയും ഇല്ല, ഒരു മേഖലയും ഡേറ്റ ഇല്ലാണ്ടില്ല. അപ്പോൾ ഡേറ്റ എന്ന് പറയുന്ന ഈ ഒരു കൺസെപ്റ്റ്, അല്ലെങ്കിൽ ഈ ഡേറ്റ നമ്മൾ അനാലിസിസ് ചെയ്യുന്നത് ബിസിനസ് അനലിറ്റിക്സ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഇങ്ങനത്തെ ധാരാളം മേഖലകൾ MBAക്ക് ഉണ്ട്. ഈ ധാരാളം മേഖലകളിൽ MBAയിൽ സ്പെഷ്യലൈസേഷൻ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അതിൽ നിന്ന് ജോബ് ഓപ്പർച്യൂണിറ്റീസ്, പ്രത്യേകിച്ച് ഇന്ത്യയിൽ വലിയ വലിയ കമ്പനികളിൽ, അതായത് ഇപ്പോൾ L&T ആയിക്കോട്ടെ, റിലയൻസ് ആയിക്കോട്ടെ, അങ്ങനെ EY ആയിക്കോട്ടെ, KPMG ആയിക്കോട്ടെ, ഇങ്ങനെ വലിയ വലിയ കമ്പനീസിലൊക്കെ അനലിസ്റ്റിനെ ആവശ്യമായിട്ടുണ്ട്. നമ്മൾ ബിസിനസ് അനലിറ്റിക്സ് എടുക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ വലിയ വലിയ കമ്പനീസിൽ കയറാം. ഇന്ത്യക്ക് പുറത്ത് ഇതിൻ്റെ സാധ്യതകൾ വളരെ കൂടുതലാണ്. പിന്നെ MBA എടുക്കാൻ വേണ്ടി എല്ലാവരും ഇന്ത്യക്ക് പുറത്ത് പോകാറുണ്ട്, ഇന്ത്യക്ക് അകത്തും വരാറുണ്ട്. അതൊരു 2 ചോയ്സാണ്. അത് ഓരോ ആൾക്കാരുടെ ഇഷ്ടമാണ്. ഇന്ത്യക്ക് പുറത്ത് പോകേണ്ടവർക്ക് പുറത്ത് പോകാം, ഇന്ത്യക്ക് അകത്ത് പഠിക്കേണ്ടവർക്ക് അകത്ത് തന്നെ പഠിക്കാം. നമ്മൾ ഏത് യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യുന്നു, ഏത് കോളേജ് ചൂസ് ചെയ്യുന്നു, അവിടെയാണ് ഒരാളുടെ ഭാവി ഇരിക്കുന്നത്. എപ്പോഴും ഞാൻ പറയുകയാണെങ്കിൽ MBA വിദ്യാഭ്യാസം നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ ഏത് യൂണിവേഴ്സിറ്റി ആണെങ്കിലും MBA പാസ്സാവാൻ എളുപ്പമാണ്. ജസ്റ്റ് നോർമൽ യൂഷ്വലി ഒരാൾ പഠിക്കുന്ന ഒരാൾ MBA ഈസി ആയിട്ട് സബ്ജക്ട്സ് എല്ലാം ക്രാക്ക് ചെയ്ത് MBA പാസ്സാവാനായിട്ട് പറ്റും. പക്ഷേ ഈ 2 വർഷം MBAയിൽ ഈ പഠിത്തം മാത്രം അല്ലാതെ നമ്മൾ എന്തൊക്കെ ചെയ്തു, ചുമ്മാ എന്തൊക്കെ ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ പുറത്ത് കറങ്ങിയടിക്ക് നടക്കുന്ന കാര്യമല്ല പറഞ്ഞത്. ഇപ്പോൾ ബാംഗ്ലൂരൊക്കെ ചിലവർ പഠിക്കാൻ പോകുമ്പോൾ ബാംഗ്ലൂരാണ് പഠിക്കാൻ പോകുന്നത്, ബാംഗ്ലൂർ പോയി അടിച്ചു പൊളിക്കാലോ, അല്ലെങ്കിൽ ഹൈദരാബാദ് പോയി അടിച്ചു പൊളിക്കാലോ, ഡൽഹി പോയി അടിച്ചു പൊളിക്കാലോ. അവർ അടിച്ചുപൊളിയല്ല ബാക്കി എന്തൊക്കെ ചെയ്തു എന്ന് ഉദ്ദേശിച്ചത്, എത്രമാത്രം പേപ്പറുകൾ നമ്മൾ ഓരോ മേഖലകളിലും പ്രസൻറ്റ് ചെയ്തു, എത്രമാത്രം പേപ്പറുകൾ നമ്മൾ പല ഇൻസ്റ്റിറ്റ്യൂട്ടിലും നമ്മൾ പ്രസൻറ്റ് ചെയ്തു, അല്ലെങ്കിൽ എവിടെയൊക്കെ നമുക്ക് നമ്മുടെ ലീഡർഷിപ്പ് ആക്ടിവിറ്റീസ് നമുക്ക് കാണിക്കാനായിട്ട് പറ്റി, എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ കോളേജിൽ ഓർഗനൈസ് ചെയ്തിട്ടുണ്ടോ, പുറത്ത് ഓർഗനൈസ് ചെയ്തിട്ടുണ്ടോ, ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടുമായിട്ട്, അല്ലെങ്കിൽ ഈ MBA പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് ധാരാളം അഡീഷണൽ കോഴ്സസ് എടുക്കാം. അത് വേറൊരു സാധ്യതയാണ് കേട്ടോ. MBA വിദ്യാഭ്യാസം നടക്കുമ്പോൾ തന്നെ ഇപ്പോൾ ഫിനാൻസ് മാർക്കറ്റിംഗ് എടുത്ത ആൾ, അയ്യോ ഞാൻ ബിസിനസ് അനലിറ്റിക്സ് എടുക്കാത്തതുകൊണ്ട് എനിക്ക് ജോലി കിട്ടിയില്ല എന്നൊന്നും വിചാരിക്കേണ്ട. ആഡ് ഓൺ കോഴ്സസ് ധാരാളമുണ്ട്. ഈ IIM-ൻ്റെ ഒക്കെ എക്സിക്യൂട്ടീവ് പ്രോഗ്രാംസ് ഉണ്ട്, IIT-യുടെ എക്സിക്യൂട്ടീവ് പ്രോഗ്രാംസ് ഉണ്ട്, സിംബാസിസിൻ്റെ എക്സിക്യൂട്ടീവ് പ്രോഗ്രാംസ് ഉണ്ട്, XLRI-യുടെ എക്സിക്യൂട്ടീവ് പ്രോഗ്രാംസ്. ഇതൊക്കെ ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആട്ടോ. ഇവിടെ നിന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ആഡ് ഓൺ കോഴ്സസ് എടുക്കാം. ബിസിനസ് അനലിറ്റിക്സിൻ്റെ ആഡ് ഓൺ കോഴ്സസ് ഉണ്ട്, അതേപോലെ ഡിജിറ്റൽ മാർക്കറ്റിംഗിൻ്റെ ആഡ് ഓൺ കോഴ്സസ് ഉണ്ട്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ആഡ് ഓൺ കോഴ്സസ് ഉണ്ട്. ഇപ്പോൾ ഫിനാൻസിൽ വരുവാണെങ്കിൽ ഫിനാൻഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് വരുന്നുണ്ട്. ഓപ്പറേഷൻസിൽ വരുവാണെങ്കിൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു സംഭവം വരുന്നുണ്ട്. മാർക്കറ്റിങ്ങിലാണെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നുണ്ട്. സിസ്റ്റംസ് ആണെങ്കിൽ ജാവ, അങ്ങനത്തെ പല അനലിറ്റിക്കൽ സ്കിൽസ് വെച്ചിട്ട് ചെയ്യുന്ന പല പ്രോഗ്രാംസും ഓഫർ ചെയ്യുന്ന ആഡ് ഓൺ കോഴ്സസ് ഉണ്ട്. MBA ഫിനാൻസും മാർക്കറ്റിംഗ് ഇവിടെ എടുത്തോ, വിഷയങ്ങളൊന്നുമില്ല. ഇപ്പോൾ നമുക്കിപ്പോൾ കാറ്റിന് ഇപ്പോൾ എല്ലാവർക്കും ഒരേപോലെ സ്കിൽ ലെവലോ അല്ലെങ്കിൽ അനലിറ്റിക്കൽ ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാനുള്ള സ്കില്ലൊന്നുമില്ല. സാധാരണ MBA കോളേജിൽ പഠിക്കുന്ന ഒരാൾ, സാധാരണ നമ്മുടെ നാട്ടിൻപുറത്തോ അല്ലെങ്കിൽ നമ്മുടെ പത്തനംതിട്ട ജില്ലയോ അല്ലെങ്കിൽ എറണാകുളത്തോ കോട്ടയത്തോ തിരുവനന്തപുരത്തോ എവിടെയെങ്കിലും MBA പഠിക്കുന്ന ഒരാൾ, സാധാരണ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്ന ഒരാൾ MBA ഫിനാൻസ് HR എടുക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് എന്തൊക്കെ ചെയ്യാനായിട്ട് പറ്റും, അല്ലെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ ആഡ് ഓൺ കോഴ്സസ് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും. അത് നമുക്ക് അനലിറ്റിക്സ് വേണമെങ്കിൽ ചെയ്യാം, അത് നമുക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. അപ്പം നമ്മുടെ MBA വിദ്യാഭ്യാസം പൂർത്തിയാക്കുമ്പോൾ തന്നെ നമുക്ക് എന്ത് കിട്ടും, ഈ MBA ഇൻ ഫിനാൻസ് HR, അതേപോലെ തന്നെ ആഡ് ഓൺ കോഴ്സസിൽ നമുക്ക് സെപ്പറേറ്റ് കോഴ്സസ് ആയിട്ട് നമുക്ക് കാണിക്കാം. ഞാൻ SPSS-ൽ സ്പെഷ്യലൈസ്ഡ് ആണ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ സ്പെഷ്യലൈസ്ഡ് ആണ്, ബിസിനസ് അനലിറ്റിക്സിൽ സ്പെഷ്യലൈസ്ഡ് ആണ്. അതേപോലെ MBA പൂർത്തീകരിക്കുന്ന ഒരാളുടെ റെസ്യൂമേ എന്ന് പറയുന്നത് നല്ലൊരു റെസ്യൂമേ ആക്കണം. നമ്മൾ ഡിഗ്രി വരെ എത്രമാത്രം, കാരണം ഡിഗ്രി വിദ്യാഭ്യാസം എന്ന് പറയുന്ന കോളേജിൽ എല്ലാവരും മാക്സിമം ഫ്രണ്ട്സ് ഉണ്ടാവും, അടിച്ചു പൊളിക്കലുണ്ടാവും, അങ്ങനത്തെ പല പരിപാടികളും ഡിഗ്രി കോളേജിലുണ്ടാവും. പക്ഷേ ഡിഗ്രിയിൽ എത്രമാത്രം ഒരാൾ പേപ്പർ പ്രസൻറ്റ് ചെയ്യുമെന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ MBA വിദ്യാഭ്യാസത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണേണ്ടത് നമ്മുടെ ഭാവിയാണ്. നമ്മുടെ ആ ഒരു ചിന്താഗതി തന്നെ MBA വിദ്യാഭ്യാസത്തിൽ മാറേണ്ടതായിട്ടുണ്ട്. MBA വിദ്യാഭ്യാസത്തിൽ ആ ഒരു ചിന്താഗതി മാറുമ്പോൾ MBAയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, MBAയിൽ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് ശോഭിക്കാനായിട്ട് പറ്റും. അപ്പോൾ MBA വിദ്യാഭ്യാസത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഒരു മാനേജീരിയൽ സ്കിൽ ഡെവലപ്പ് ചെയ്യാനും, അതേപോലെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഡെവലപ്പ് ചെയ്യാനും, ലീഡർഷിപ്പ് സ്കിൽ ഡെവലപ്പ് ചെയ്യാനും, ഇങ്ങനത്തെ പല സ്കിൽസ് നമ്മൾ ഡെവലപ്പ് ചെയ്തുകൊണ്ട് നമ്മുടെ റെസ്യൂമയുടെ ലെന്ത് കൂട്ടുക. നമ്മൾ പല കോളേജുകളിൽ നമ്മൾ പ്രസൻറ്റ് ചെയ്യുക, പല ഇടങ്ങളിൽ നമ്മൾ പോയി പ്രസൻറ്റ് ചെയ്യുക. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മുടെ റെസ്യൂമയുടെ ലെന്ത് നമുക്ക് കൂട്ടാനും, അതുപോലെ തന്നെ നമുക്ക് MBA വിദ്യാഭ്യാസത്തിന് ഒരു പൂർണ്ണതയിലെത്താനായിട്ട് നമുക്ക് സാധിക്കുകയും തീർച്ചയായിട്ടും സാധിക്കുകയും ചെയ്യും. അതേപോലെ തന്നെ ജോലി സാധ്യതകൾ നമുക്ക് കൂടുതലായിട്ട് അവിടെ വരികയും ചെയ്യും.
അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് മാനേജ്മെൻറ്റ് വിദ്യാഭ്യാസത്തിൻ്റെ പ്രത്യേകതകളാണ്. അതായത് ഒരാൾ മാനേജ്മെൻറ്റ് വിദ്യാഭ്യാസം പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ ആൾക്ക് വേണ്ട സ്കിൽസിനെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത്. ഇങ്ങനെ സ്കിൽസ് പ്രൊവൈഡ് ചെയ്യുന്നത്, ഇങ്ങനെ ആഡ് ഓൺ കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്നത്, ഇങ്ങനെ നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് തരുന്നത്. ചിലവരുണ്ട് ഇപ്പോഴത്തെ യുവാക്കളാണെങ്കിലൊക്കെ ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പറയുമ്പോൾ അത് അയ്യോ പറ്റില്ല മടിച്ച് ഇരിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ ഒരു സ്റ്റേജിലേക്ക് വന്ന് 2 മിനിറ്റ് പ്രസംഗിക്കാൻ പറയുമ്പോഴത്തേക്ക് പേടിച്ച് വിറച്ചിരിക്കുന്ന ആൾക്കാരുണ്ട്. ഒരു MBA പഠിക്കുന്ന ഒരാൾ അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. നമുക്ക് നല്ല രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി പറ്റണം. നല്ല രീതിയിൽ ഒരു ഇവൻറ്റ് നല്ല രീതിയിൽ ഓർഗനൈസ് ചെയ്യാനായിട്ട് പറ്റണം. നല്ല രീതിയിൽ നമുക്ക് ഫ്യൂച്ചർ പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റണം. നല്ലൊരു ഡിസിഷൻ മേക്കിംഗ് എടുക്കാനായിട്ട് അല്ലെങ്കിൽ ഡിസിഷൻ മേക്കിംഗ് സ്കിൽ എന്ന് പറയുന്നതാണ് MBAയിലെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. ഏതൊരു പ്രോബ്ലം, കാരണം നമ്മളെല്ലാം ഒരു MBA വിദ്യാഭ്യാസം പൂർത്തീകരിക്കുന്ന എല്ലാവരും ഏതെങ്കിലും കോർപ്പറേറ്റ് സെക്ടറിൽ വർക്ക് ചെയ്യണം, അല്ലെങ്കിൽ പിന്നെ ടീച്ചിങ് ഫീൽഡിലേക്ക് പോകണം. അത് വേറെ കാര്യം. ടീച്ചിങ് ഫീൽഡിലേക്കാണെങ്കിലും ഇപ്പോൾ PhD വേണം, നെറ്റ് ക്ലിയർ ചെയ്യണം, PhD വേണം, അങ്ങനെയും പോവാം. MBA കഴിഞ്ഞവർക്ക് ധാരാളം MBA കോളേജസിൽ ഫാക്കൽറ്റി ആയിട്ടും പ്രൊഫസേഴ്സായിട്ടും ഒക്കെ റിട്ടയർ ചെയ്യാൻ പറ്റും. അത് വേറൊരു മേഖലയാണ്. ടീച്ചിങ് മേഖല വേറൊരു മേഖലയാണ്. കോർപ്പറേറ്റിൽ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇത്രയും സ്കിൽസ്, ഇവിടെയും സ്കിൽസ് വേണം, ടീച്ചിങ് മേഖലയിലും സ്കിൽസ് വേണം, വേണ്ടാന്നല്ല, അതൊരു മേഖല നമ്മൾ തിരിച്ചുവെന്നേ ഉള്ളൂ. പക്ഷേ MBA വിദ്യാഭ്യാസം പൂർത്തീകരിക്കുന്ന ഒരാൾ ഏതൊരു പ്രശ്നം വന്നാലും, whatever problems we get in any situations or in any circumstances, we should try to solve that. അത് സോൾവ് ചെയ്യുന്നത് ഒരു മാനേജീരിയൽ എബിലിറ്റി വെച്ചിട്ടായിരിക്കും. ഈ ഒരു സ്കില്ലാണ് MBA വിദ്യാഭ്യാസത്തിൽ വേണ്ടത്. ഈ ഒരു സ്കില്ലാണ് MBA വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട് ഏതൊരു കമ്പനിയും അളക്കുന്നത്. അല്ലാണ്ട് അവർക്ക് മാർക്കല്ല. ഇപ്പോഴത്തെ കമ്പനിയെ സംബന്ധിച്ചോളം അവർക്ക് മാർക്ക് കാണേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പഠിച്ചിറങ്ങി, നിങ്ങൾക്ക് ഈ പറയുന്ന സ്കിൽസ് എല്ലാം ഉണ്ടോ? ഈ സ്കിൽസ് നിങ്ങൾ എവിടെയാണ് കാണിക്കേണ്ടത്? റെസ്യൂമേലാണ് കാണിക്കേണ്ടത്. റെസ്യൂമേൽ ഇന്ന പ്രോഗ്രാമുകൾ ഞാൻ അറ്റൻഡ് ചെയ്തു, ഇന്ന സെമിനാർ എടുത്തു, ഇന്ന പേപ്പർ പ്രസൻറ്റ് ചെയ്തു, ഇന്ന ആഡ് ഓൺ കോഴ്സസ് ചെയ്തു. ഇതൊക്കെ നമ്മുടെ സ്കിൽസ് ഡെവലപ്പ് ചെയ്തതിൻ്റെ തെളിവാണ്. ഇപ്പോഴത്തെ ഏതൊരു കമ്പനി നോക്കിയാലും അവർ നോക്കുന്നത് നമുക്ക് ഈ പ്രോബ്ലം സോൾവിങ് സ്കില്ലുണ്ടോ, ഡിസിഷൻ മേക്കിംഗ് സ്കില്ലുണ്ടോ, കമ്മ്യൂണിക്കേഷൻ ഉണ്ടോ, ലീഡർഷിപ്പ് ഉണ്ടോ, ഈ കാര്യങ്ങൾ മാത്രമാണ് നോക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത് MBA വിദ്യാഭ്യാസത്തിൻ്റെ സാധ്യതകൾ എന്ന് പറയുന്നത് വളരെ വളരെ വലുതാണ്. പ്രത്യേകിച്ച് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് ധാരാളം സെക്ടേഴ്സ് ഉണ്ട്, ധാരാളം ആൾക്കാരുണ്ട്, ധാരാളം കമ്പനീസ് ഉണ്ട്. ഏതൊരു കമ്പനി, ഈവൻ ഒരു ചെറിയൊരു കട തൊട്ട് വലിയൊരു കമ്പനി വരെ മാനേജ്മെൻറ്റ് വളരെ അത്യാവശ്യമായിട്ടൊരു കാലഘട്ടമാണിത്. അതേപോലെ ഇന്ത്യക്ക് പുറത്തും മാനേജ്മെൻറ്റ് വിദ്യാഭ്യാസത്തിന് സാധ്യതകൾ കൂടുതലാണ്. ഇതൊക്കെയാണ് MBA വിദ്യാഭ്യാസത്തിൻ്റെ സാധ്യതകൾ. നമ്മൾ തിരഞ്ഞെടുക്കുന്ന കോളേജ് നല്ലതായിരിക്കുക, തിരഞ്ഞെടുക്കുന്ന സ്പെഷ്യലൈസേഷൻ ആലോചിച്ച് തിരഞ്ഞെടുക്കുക, അതേപോലെ നമുക്ക് ഒരു ലക്ഷ്യമുണ്ടാവുക. ഇതാണ് MBA വിദ്യാഭ്യാസം കൊണ്ട് നമ്മൾ നോക്കേണ്ട കാര്യം. ഇതാണ് MBA വിദ്യാഭ്യാസം കൊണ്ട് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടതും നമ്മൾ പ്രവർത്തിക്കേണ്ടതായിട്ടും ഉള്ള കാര്യം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ ഒരു ചെറിയൊരു പാർട്ട് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ MBA വിദ്യാഭ്യാസത്തിൻ്റെ സാധ്യതകൾ ഇനിയും വളരെ വലുതാണ്. വളരെയധികം എനിക്ക് ഇനിയും വലിയൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുവാണെങ്കിൽ ബാക്കി കാര്യങ്ങളൊക്കെ പറയാം. ഇത് ജസ്റ്റ് ഒരു ബേസിക് കാര്യങ്ങളാണ്. സാധാരണ ഡിഗ്രി കഴിഞ്ഞ ഒരാളോ അല്ലെങ്കിൽ ഏതെങ്കിലും വേറെ MA കഴിഞ്ഞിട്ടൊക്കെ MBAക്ക് പോകാൻ കേട്ടോ. ഡിഗ്രി കഴിഞ്ഞിട്ട് മാത്രമല്ല, MAയോ MCOMോ PG എടുത്തിട്ട് ഡബിൾ PG ഉണ്ടെങ്കിലും ഒക്കെ MBAക്ക് പോകാം, ഒരു വിഷയമില്ല. അപ്പോൾ എല്ലാവർക്കും തരുന്ന ഒരു ബേസിക് അഡ്വൈസാണ് നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ നിന്ന് പഠിക്കുക, ഈ പറഞ്ഞ സ്കിൽസ് എല്ലാം ഡെവലപ്പ് ചെയ്തെടുക്കുക, റെസ്യൂമേ നല്ലതായിട്ട് ബിൽഡ് ചെയ്യുക, നല്ല കോർപ്പറേറ്റ് സെക്ടറിലോ അല്ലെങ്കിൽ നല്ലൊരു മേഖലകളിലോ പ്രവർത്തനം, ഗവൺമെൻറ് മേഖലകളിൽ പ്രവർത്തനമുണ്ട്. PSC എഴുതാം, ഗവൺമെൻറ് ടെസ്റ്റ് എഴുതാം, റെയിൽവേ എഴുതാം, ഇങ്ങനെ ധാരാളം ഗവൺമെൻറ് മേഖലകളിൽ നമുക്ക് MBA വിദ്യാഭ്യാസം കൊണ്ട് വളരെയധികം നേട്ടങ്ങൾ നമുക്ക് സമ്മാനിച്ചു തരുന്നതാണ്. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ പോവുക, നല്ലൊരു വിദ്യാഭ്യാസ സ്ഥാപനം, അതേപോലെ നല്ലൊരു MBA അല്ലെങ്കിൽ മാനേജ്മെൻറ്റിൽ വേറെ ഏതെങ്കിലും കോഴ്സ് PGDMO അങ്ങനത്തെ വേറെ ഏതെങ്കിലും കോഴ്സ് കരസ്ഥമാക്കി നല്ല രീതിയിൽ പ്രവർത്തിക്കുക, നല്ല രീതിയിൽ വർക്ക് ചെയ്യുക. താങ്ക് യു. ജ്യോതിർഗമയ